കറി വെക്കാനായിട്ട് മീൻ വരുന്ന കരുതി നോക്കിയിരുന്നിട്ട് വന്നില്ല കേട്ടോ. പിന്നെ വിളിച്ചു പറയാനൊന്നും നിന്നില്ല. നമ്മളുടെ അടുത്ത് മുരിങ്ങക്കായ ഉണ്ടല്ലോ. അപ്പോൾ നേരം മുരിങ്ങക്കായ പൊട്ടിക്കാൻ വേണ്ടി ടെറസിൻ്റെ മേലെ കയറി അവിടെ നിന്ന് പൊട്ടിക്കാമെന്ന് കരുതിയിട്ട് കേട്ടോ. മുരിങ്ങക്കായ നിറയെ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ പാകമായി വരുന്നേ ഉള്ളൂ. ഇതാണെങ്കിൽ അത്യാവശ്യം നല്ലോണം വലുതായാലും മൂക്കാതെ നല്ല ഇളം മുരിങ്ങക്കായ ആയിട്ട് തന്നെ നിൽക്കൂട്ടോ. അങ്ങനത്തെ ഒരു ടൈപ്പാണിത്. അപ്പോൾ അത് കുറച്ച് പൊട്ടിച്ചിട്ട് ഉണ്ടാക്കി. അപ്പോൾ ഈ വർഷം ആദ്യമായിട്ടാണ്. ഇപ്പോൾ ഈ വർഷമല്ല, ഇതങ്ങനെ വർഷത്തിലൊന്നല്ല, ഇതിനെ തോന്നുമ്പോഴൊക്കെയാണ് കഴിക്കുക. കൂടുതലും ഏത് സമയത്തും അങ്ങനെ കഴിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ട് വാങ്ങണതാണ്, അല്ല സോറി, ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇത്തവണ ഉണ്ടായിട്ട് കറി വെക്കാനായിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടമുണ്ടാവുമല്ലോ. പിന്നെ അതുപോലെ നമ്മളെ വീട്ടിൽ നിന്നുള്ളതല്ലേ. അപ്പോൾ അത് തികയില്ല തോന്നി ഞാൻ താഴെയുള്ളതിൽ നിന്നോ കൂടി കുറച്ച് പൊട്ടിച്ചു കേട്ടോ. ഈ മുരിങ്ങക്കായ എങ്ങനെയാണ് നേരാക്കുക എന്നുള്ളത് ഞാൻ നമ്മുടെ സിനിമാ നടി കവിയൂർ പൊന്നമ്മ ചെയ്യണത് കണ്ടിട്ടാണ് കേട്ടോ പഠിച്ചത്. അവരേതോ ഒരു സിനിമയിൽ ഇത് ഇരുന്ന് നേരാക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇതെങ്ങനെയാണ് നേരാക്കുക എന്നുള്ളത് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തവണ ആദ്യമായിട്ട് ഉണ്ടാക്കണതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുമെന്ന് കരുതിയിട്ട് ഞാൻ കുറച്ചുകൂടി പൊട്ടിക്കാൻ വേണ്ടി താഴത്തേക്ക് പോയിട്ടാണ്. അവിടെ പിന്നെ നമുക്ക് കൈ കൊണ്ടൊന്നും എത്തില്ല, വടിയൊക്കെ എടുത്തിട്ട് മാത്രമേ എത്തുള്ളൂ. കുറച്ച് മുകളിലായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഇതാണെങ്കിൽ വേഗം ഒടിയും, കൊമ്പൊക്കെ വേഗം ഒടിയും നമ്മൾ ഒടിക്കാനൊക്കെ നോക്കുമ്പോൾ. പിന്നെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് നമ്മളിങ്ങനെ ഒരടി കൊടുക്കുമ്പോഴത്തേക്ക് വേഗം വീണുള്ളൂ കേട്ടോ. ഉറപ്പുള്ള തണ്ടൊന്നുമല്ല, പെട്ടെന്ന് തന്നെ വീഴും മുരിങ്ങക്കായൊക്കെ. അതുകൊണ്ട് അത് നിന്ന് ഒരു 3-4 എണ്ണമൊക്കെ അവിടെ നിന്നും കിട്ടിയിട്ടുണ്ടാകും. എന്തായാലും കറിയൊക്കെ ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. കറി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ മുമ്പൊക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ നമ്മളെ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പൊട്ടിച്ചിട്ട് അത് കറി വെച്ചും അല്ലെങ്കിൽ വേവിച്ചും ഒക്കെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, അതിന് വേറൊരു സ്വാദാണ്. അത് അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലാവും. അത് നമുക്ക് ഭയങ്കര ഒരു ഫീലാണ്. അതുകൊണ്ടാണ് ഞാനത് ഇടയ്ക്കിടയ്ക്ക് പറയണത്. പിന്നെ ഇന്ന് എളുപ്പമായിട്ടാണ് കറി വെക്കുന്നത്. പരിപ്പ് നോക്കിയപ്പോൾ ഇല്ല, ഞാൻ പറഞ്ഞല്ലോ വീട്ടിൽ കുറച്ച് സാധനങ്ങളും ഒക്കെ ഇനി വാങ്ങിക്കാനൊക്കെ ഉണ്ട്. കുറേ ദിവസമായിട്ട് ഇവിടെ ഫുഡൊന്നും ഉണ്ടാക്കിയിരുന്നില്ല. എൻ്റെ വീട്ടിലായിരുന്നു ഫുഡൊക്കെ, അല്ലെങ്കിൽ പുറത്തുനിന്ന്. അപ്പോൾ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. തേങ്ങ കൂടി അരച്ചാൽ കറി റെഡിയാണ് കേട്ടോ. പരിപ്പ് ഇട്ടിട്ടൊന്ന് വേവിക്കാറുണ്ട്. പരിപ്പ് നോക്കിയപ്പോൾ കണ്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി കറിയൊക്കെ ഉണ്ടാക്കട്ടെ, പിന്നെ കാണാം.